നമ്മൾ 2 രാത്രി 1 പകലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ സൂററ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ നമ്മള്? ഗുജറാത്ത്. എവിടെയാണ്? നിങ്ങളിട്ട് പോവാണോ? നമുക്ക് നാട്ടിൽ വന്നിട്ട് കാണാം കേട്ടോ. ലിഫ്റ്റിൽ പേടി എന്നെ ബുദ്ധിമുട്ടിയ സമയമാണ്. രക്തചതച്ച് ചാവുന്നാവില്ല. ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെയിനിൽ കയറി പോയതാണല്ലോ കാണിച്ചത്. ഇനി ട്രെയിനിൽ ഒരു ദിവസം നമുക്ക് കാണാം കേട്ടോ. നമ്മൾ രാത്രി അങ്ങനെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. ഒരു 7-8 മണിയായപ്പോൾ വാപ്പനോട് നീറ്റു. അവിടെ ഭയങ്കര തിരക്കാവും, വേഗം നീറ്റോ എന്ന് പറഞ്ഞു. ബാത്റൂമിലൊക്കെ തിരക്കാവും പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി ട്രെയിൻ ഇങ്ങനെ പോകുന്നു. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ നല്ല ഇളകിയിട്ടാണ് ഓടുന്നത്. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴേ ഏതോ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് തിരിച്ചു വന്നപ്പോൾ വാപ്പ നമ്മുടെ ബെർത്തൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ താഴത്തെ ബെർത്തിലാണ് കിടന്നത്. ഞങ്ങൾക്ക് താഴത്തെ ഒരു ബെർത്തും പിന്നെ ഈ സെൻട്രിത്തെ ഒരു സീറ്റുമാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിന് ഏതോ ഒരു തുരങ്കത്തിൽ കൂടെ കയറിപ്പോയി. ഞാൻ വേഗം പോയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ഭയങ്കര സ്പീഡിലാണ് പോകണത് കേട്ടോ. തുരങ്കത്തേക്കിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ആകെ ഇരുട്ടിലാവും. അതൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നീട്ടിട്ട് നമ്മളിവിടെ ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആരും പേടിക്കേണ്ട, പരസ്യമല്ല. ഞാനെൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നു എന്നുള്ളത് പറയണത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും ഈ സൺസ്ക്രീൻ ഇടാൻ ഞാൻ എപ്പോഴും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എൻ്റെ മുഖത്ത് ചെറിയ കറുത്ത കുത്തുകളും ഒക്കെ വരുന്നുണ്ട്. ഈ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഭേദം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട് ട്രെയിനിൽ. ഇതുപോലെ 2-3 ദിവസമൊക്കെ ഇരുന്നിട്ട്. അത് കാരണം എനിക്ക് ട്രെയിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രെയിനിൽ ഇത്ര സ്പീഡിൽ പോയാലും എനിക്ക് പേടി വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത തുരങ്കത്തേക്ക് കയറി കേട്ടോ. ഇനി ഒരു കുറച്ച് നേരം കഴിയും വിളിച്ച് വരാൻ. അപ്പോൾ അങ്ങനെ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇനി നമ്മൾ ക്യാമറ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ നമ്മൾക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മളൊരു പ്രൊമോഷൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വാപ്പാക്ക് ഇതെങ്ങനെയാണ് ക്യാമറ ഇങ്ങനെ ഇതാക്കാന്നുള്ളതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാപ്പാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാപ്പയായിരിക്കും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ വർക്കിലേക്ക് പോയൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ബസ്സിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു എന്ന്. പക്ഷേ എന്തോ ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രെയിനിൽ ഇത് AC കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് അധികം കച്ചറകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തി ഉണ്ടാവും. ബാത്റൂം മാത്രം എന്നും ഒരു പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പം ആടി ചാടിച്ചോ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ചായ കുടിക്കലാണ് കേട്ടോ. വാപ്പ രാവിലെ നീട്ടിട്ട് ഒരു ചെറിയ കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു. വാപ്പ ഇന്നലെ സെൻട്രലും ഞാൻ ഏറ്റവും താഴെ കിടന്നിരുന്നത്. വാപ്പ സീനിയർ സിറ്റിസൺ ആയ കാരണം കൊണ്ട് വാപ്പക്കായിരുന്നു ശരിക്കും താഴത്തെ സീറ്റ് കിട്ടിയിരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ വാപ്പൻ്റെ സീറ്റ് എടുത്തിട്ട് ഞാൻ താഴെ കിടന്നിട്ട് വാപ്പയാണ് മുകളിൽ കിടന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കൊറോണയ്ക്ക് ശേഷം ഇപ്പോഴായിരിക്കും നമ്മൾ സാനിറ്റൈസർ യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഞാൻ എപ്പോഴും നമ്മളെന്നാ പറയുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിനായിട്ട് നമ്മൾ ബ്രെഡ്, ജാം, പിന്നെ കുറേ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുറച്ച് മരത്തിൻ്റെ സ്പൂണൊക്കെ വാപ്പെടുത്തിയിരുന്നു. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയുന്ന രീതിക്കുള്ള സംഗതിയുള്ള സാധനങ്ങൾ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്കത് പിന്നെ കഴുകിയിട്ട് ഉപയോഗിക്കാൻ അതൊന്നും നമുക്ക് ട്രെയിനിൽ പോസിബിൾ അല്ലല്ലോ. അപ്പം നമ്മൾ നല്ല ബ്രെഡും ജാമും ഒക്കെ എടുത്ത്, പിന്നെ ഞാൻ വെള്ളം വളരെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ബാത്റൂമൊക്കെ പോകാനുള്ള ഫീൽ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് വെള്ളം വളരെ ശ്രദ്ധിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലാസ്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് നിറച്ചപ്പോൾ എത്ര ചൂടുണ്ടായിരുന്നു അത്ര ചൂട് തന്നെ ആ ചായ കുടിക്കുമ്പോഴും നമുക്ക് ഉണ്ടായിരുന്നു. ട്രെയിന് നമുക്ക് ബസ് പോലെയൊന്നും അല്ലല്ലോ. ട്രെയിന് നമുക്ക് ശരിക്കും വീട്ടിലിരിക്കുന്നൊരു ഫീലായിരിക്കും. അത് ട്രെയിനിൽ എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ലേ. പക്ഷേ 2-3 ദിവസമൊക്കെ യാത്ര ചെയ്യുന്ന ചില യാത്രകളുണ്ടാവില്ലേ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ട്രെയിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ബസ്സിനെക്കാട്ടൊക്കെ സുഖം ട്രെയിനാണ്. ഇനിയിപ്പോൾ എനിക്ക് പേടിയുള്ള കാരണം കൊണ്ട് എന്താണോന്ന് അറിയില്ല. അപ്പോൾ വാപ്പ പിന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. പക്ഷേ ഞാൻ ബ്രെഡും ജാമും കഴിച്ചു, പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നെ ഒരു പഴം കൂടി കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി കേട്ടോ. പിന്നെ ട്രെയിന് ഏകദേശം ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൈയും കാലും നിവർത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ തന്നെ കയറി ഞാൻ അപ്പർ ബർത്തിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. ഇത് ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയ ചപ്പാത്തി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് മൊത്തം 12 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 ചപ്പാത്തി എടുത്തു, വാപ്പയും 3 ചപ്പാത്തി എടുത്തു. പിന്നെ എൻ്റെ വാപ്പ ഉണ്ടാക്കിയിരുന്ന അടിപൊളി അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ആ ചപ്പാത്തിയും അച്ചാറും കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഒന്നാമത് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിശന്ന കാരണം കൊണ്ട് മാത്രമല്ല, എൻ്റെ വാപ്പ ഉണ്ടാക്കിയ അച്ചാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ബീഫ് നല്ല ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നില്ലേ, അതും കൂടെ കൂട്ടി കഴിച്ചു. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടതിനെക്കാട്ടിക്കും ഭയങ്കര സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വയറിന് നല്ലൊരു റിലീഫ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓറഞ്ച് കൊടുന്നിരുന്നു. പിന്നെ ഞാനും വാപ്പയും കൂടി ഓറഞ്ചും കഴിച്ചു. സംഗതി നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫുഡ് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കയറി കിടന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സീറ്റിലത്തെ ആളുകൾ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ അവർ ഫുഡ് കഴിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. നമ്മൾ മലയാളി ആളുകൾ ആരും ട്രെയിനിൽ വരുന്ന ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഓൺലൈനിൽ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, നമുക്കൊന്നും തരാണ്ട്. പിന്നെ ഞാനൊരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഫുഡ് കഴിക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ നല്ല പീനട്ട് ബട്ടറും ഹണി ഉണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലത്തെ ബ്രെഡും ചേർത്തിട്ട് ഒന്നും കൂടെ കഴിച്ചു. പിന്നെ നമ്മളൊരു തുരങ്കത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം രാത്രിയായി. പിന്നെ നമ്മൾ കുറച്ച് ഫോണിൽ കളിച്ചു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2-3 പുലർച്ചെ ഒരു 3 മണിയായ സമയത്ത് നമ്മൾ സൂരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മിക്കവർ സൂരത്തിൽ ഇറങ്ങാനായിരുന്നു. ഇപ്പോൾ ഈ കാണിച്ചവരില്ലേ, അവർക്ക് മലയാളികളാണ്. അവർക്ക് ടെക്സ്റ്റൈലിലേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അവരൊക്കെ സൂരത്തിലേക്ക് കേട്ടോ. നമ്മൾ തിരുപ്പതി ഇൻ്റർനാഷണൽ ഹോട്ടൽ സംതിങ് എന്തോ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ കേട്ടോ. അത് നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 2-3 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റൂമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങേണ്ടി വരില്ലേ. അപ്പോൾ ആ ഗതികളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. അങ്ങനെ ഒരുവിധം ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 രാത്രിയും 1 പകലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ സൂരറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടി കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ചിലപ്പോൾ നേരം വെളുക്കേണ്ട ഒരു സർപ്രൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് കുളിക്കണം, പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങണം, അങ്ങനെ ചെയ്യാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കാണിക്കാൻ പറഞ്ഞ സർപ്രൈസ് ഞാൻ എപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാര് ഇവിടെ. ഞങ്ങളെല്ലാരും ഇനി ഗുജറാത്ത് വ്ളോഗുകൾ കാണാം. ഞങ്ങള് അതെ, ഒപ്പത്തിനൊപ്പം ഡാഡി. നമ്മളെ യാമിക്കുട്ടിയൊക്കെ എവിടേക്കാ വന്നിക്കണ്. യാമിക്കുട്ടി ആകെ അന്തം പോയിട്ട് ഇരിക്കുകയാണ് ഗായ്സ്. സ്വർണ്ണ നോക്കണ ഇവിടെ വന്നേ, അവർക്ക് തെളിഞ്ഞാ. ഇവിടെ ലൈവ് കുക്കിംഗ് ആണ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നമ്മള്? ഗുജറാത്ത്. എവിടെയാണ്? പോവാ. ഞാൻ യാമിക്കുട്ടി ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അവിടെ ഷായും പൂവാൾ സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളിവിടെ അവിടെ വന്നോട് ഡിസ്റ്റർബ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അവിടെ എടുത്തോളൂ. നമുക്ക് പോവാം, ചാറ്റ് പോവാം, വാ. ഞങ്ങള് ആ വീട്ടിൽ നോക്ക്. ഇവിടെ ഷായും ഡെബിലൂട്ടിയും ഒക്കെ വന്നിക്കുന്നത്, ഞങ്ങളെല്ലാവരും വന്നിക്കുന്നത് ഒരേ സ്ഥലത്തേക്കുള്ള പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് പ്രൊമോഷൻ ഡേറ്റ് കിട്ടിയത് 19-ാം തീയതി, എനിക്ക് ഡേറ്റ് കിട്ടിയത് 20-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വരാതെ ഇരുന്നത്. അപ്പോൾ അവർക്ക് ട്രെയിനിൻ്റെ ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം അവർ തിരിച്ചു പോകുന്ന ദിവസമായിരുന്നു. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് വരുന്നതല്ലേ. അങ്ങനെ അവരെ ഞാൻ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിൻ വന്നു. നിങ്ങളിട്ട് പോവാണോ? നാട്ടിൽ വന്നിട്ട് കാണാം കേട്ടോ. നീ പാപ്പാനോട് അടിച്ചു വിളിച്ചിട്ട് വാ. ഷായെ അതാ മുന്നിക്ക് വാപ്പ പോകുന്നു. ചിലപ്പോൾ മുന്നിലൊക്കെ നിൽക്കത്. ആ
അല്ലോ പത്ത് തന്നെ തിന്നു. അങ്ങനെ നമ്മൾ ഷാനയും ബ്ലൂട്ടിനെയും ഒക്കെ ടിക്കറ്റ് എടുത്ത് അല്ല ട്രെയിനിൽ കയറ്റി പറഞ്ഞയച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി എനിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി പോകണം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് 2 മണിക്കാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചായക്കട സെറ്റപ്പ് അത് തന്നെ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം കൊടുന്ന് വെച്ച് തരിക അച്ചാർ, സവാള, ചെറുനാരങ്ങ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് നോർത്ത് ഇന്ത്യൻസ് ഫുഡ് കഴിക്കുക എന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പിഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കഴിക്കുമല്ലോ. പക്ഷേ ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് റൊട്ടി എന്നാ പറഞ്ഞത്, ഒരു റൊട്ടിയും പിന്നെ പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അപാര ടേസ്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു പനീർ ബട്ടർ മസാലയൊക്കെ നമുക്ക് ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. സംഗതി ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല എണ്ണയൊക്കെ അല്ലേ, ബട്ടറൊക്കെ അല്ലേ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നല്ല റിച്ചായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചുക്ക് കാപ്പി പോലത്തെ ഒരു ചായയാണ് അവിടെ നിന്ന് കുടിക്കാൻ കിട്ടിയത്. വാപ്പ അത് രാവിലെ കുടിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വാപ്പ പറഞ്ഞു അവിടുത്തെ ചുക്ക് കാപ്പി പോലത്തെ ചായ നല്ല രസമുണ്ട്, നമുക്കത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൂടെ കുടിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഞാനിവിടെ സൂരത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ അജ്മേര ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽ മില്ലുണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രൊമോഷൻ വേണ്ട. നമ്മൾ ഈ വീഡിയോയിൽ പ്രൊമോഷൻ ഇല്ല കേട്ടോ, അത് നമ്മൾ വേറെ ആയിട്ട് കാണിക്കും അത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ നമ്മളിങ്ങനെ വന്നതും ഇങ്ങനെ നമ്മൾ കറങ്ങുന്നതും അതിൻ്റെയൊക്കെ ആ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പോകാൻ ഏകദേശം സമയത്ത് നമ്മൾ 2 മണിക്കാണ് അവിടെ എത്താൻ പറ്റുള്ളത്. അപ്പോൾ നമ്മൾ വേഗം റെഡി ആവണം കേട്ടോ. നമ്മളിവിടുന്ന് അജ്മേര ഫാഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ലിഫ്റ്റിൽ കയറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നടന്ന് പോവാണ്. വാപ്പ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് വാപ്പ പെട്ടെന്ന് തന്നെ വരും. നമ്മൾ കുളിച്ച് മാറ്റി റെഡി ആയിട്ട് വന്നപ്പോഴേക്കും സമയം ആകെ വൈകിയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാറുന്നത് കേട്ടോ. ഇത് നമ്മൾ പെരിന്തൽമണ്ണ ഫാമിലിയിൽ നിന്ന് എടുത്ത ഒരു ചുരിദാറാണ്. ഞാനിത് നാട്ടിലേക്കൊക്കെ എത്തിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മൾ ഈ ഷൂട്ടിന് പോകേണ്ട സ്ഥലം. ഇവിടെ ഓട്ടോക്ക് ഒരു ക്ഷാമമല്ല. ഓട്ടോ ഇങ്ങനെ ഇങ്ങനെ പറയനെ 4 പുറം അവിടെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ആ ഓട്ടോയിൽ നമ്മൾ പോകുന്നത് ഒരു റൈഡിൽ പോകണ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഷൂട്ടിങ് ഉള്ളത്. നമ്മളിവിടെ ലിഫ്റ്റ് കാത്ത് കിടക്കുകയാണ്. കാരണം 7ാമത്തെ നിലയിലാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. ഈ ലിഫ്റ്റ് വരുംതോറും എനിക്ക് പേടിയായപ്പോൾ ഞാൻ എന്ത് കാട്ടിയെന്നറിയോ, ഞാൻ നേരെ സ്റ്റെപ്പ് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വാപ്പാനോട് ഇട്ട് ഞാൻ സ്റ്റെപ്പിൻ്റെ നേരത്ത് ഓടി. എൻ്റെ ലിഫ്റ്റിൽ പേടി എന്നെ ബുദ്ധിമുട്ടിയ സമയമാണിത്. ഞാൻ 7th ഫ്ലോറിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. രക്തചതച്ച് ചാവുന്നവന്. ശരിക്കും ഈ ബിൽഡിങ്ങിൽ 7 നില കയറുക എന്നുള്ളത് ഭയങ്കരമായൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഇതിൻ്റെ സ്റ്റെപ്പിന് ഭയങ്കര നീളം വീതിയായിരുന്നു. പക്ഷെ ഞാനത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ 7 നിലയും കയറി. ഭയങ്കരമായിട്ട് ടയേർഡായി. ഞാൻ പിന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചുരിദാറിൻ്റെ ബിറ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നാട്ടിലേക്ക് എത്തിയിട്ട് ഇതിൻ്റെ വിശദമായ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഡ്രസ്സുകൾ റീസെൽ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൊണ്ട് കേട്ടോ. നമുക്ക് പെരുന്നാളായിട്ട് ഒരു റീസെൽ ബിസിനസ് ആരംഭിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മടങ്ങി പോകുമ്പോൾ ഞാൻ നേരെ ലിഫ്റ്റിലേക്ക് എന്നെ വാപ്പ പിടിച്ച് കയറ്റിട്ടോ. ഇനി എന്നെ ഞാൻ ലിഫ്റ്റ് കയറാതിരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഗായ്സ് ഫ്ലൈറ്റിൽ ഇറങ്ങി ഇങ്ങോട്ട് അറിയപ്പെട്ട് പോകണത് എന്താ അല്ല ഇതെന്താ ലിഫ്റ്റിൽ കയറി ഞാൻ ലിഫ്റ്റിൽ കയറി ഇറങ്ങി വന്നു ഇല്ല അവിടെ ഗ്രൗണ്ടിലത്തെ കാണിക്കാണ്ടത്രേ അത് കാണിച്ചു ആ ലിഫ്റ്റിലുണ്ടായിരുന്ന സെക്യൂരിറ്റി പറയണത് എന്തത് ഇത് കുട്ടികളെ പോലെ എന്താ ലിഫ്റ്റിൽ കയറി ഇത്ര പേടിക്കാതെന്നൊക്കെ പറയുന്നത് മൂപ്പർക്ക് എന്ത് ലിഫ്റ്റിൽ കയറിയിട്ട് നല്ല ധൈര്യമായിരിക്കും എന്നെ സംബന്ധിച്ച് ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ ആ ഡോറിൻ്റെ ക്ലോസ് ആവൂലേ ആ സമയത്ത് എനിക്ക് നിൻ്റെ കയ്യും കാലും തളർന്നിട്ട് ഞാൻ ബോധം കെടാൻ പോണൊരു ഫീലായിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ എസ്കലേറ്ററിൽ ഈസി ആയിട്ട് കയറും അതിന് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ എസ്കലേറ്ററിൽ ഇറങ്ങാനും എനിക്ക് പേടിയാണ് കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഒരു വല്ലാത്തൊരു പേടിയായി പോയി എൻ്റെ അവസ്ഥ എന്താ ഞാൻ ചെയ്യുക അങ്ങനെ നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രമോഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ ടിവിൻ്റെ മുകളിൽ വാപ്പ തോർത്തൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങളൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് രാത്രി ചെറുതായിട്ട് ഷോപ്പിങ്ങിന് പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റാവട്ടെ അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്ന് ഒരു മോയ്സ്ചറൈസർ മാത്രം തേച്ച് ഞാൻ കുറച്ച് ഇവിടുന്ന് ശരീരത്തിൻ്റെ ബിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ കയ്യിൽ നിന്ന് കുറച്ച് ഡേറ്റ്സ് അവരെനിക്ക് തന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കണം ഡേറ്റ്സ് മാത്രമല്ല അവർക്ക് ബ്രെഡ് തന്നിരുന്നു പിന്നെ ഒരു തരം ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ എന്നോ തരം ബിസ്ക്കറ്റ് ഉണ്ട് ഞാൻ തന്നിക്കണം അപ്പോൾ എന്തെങ്കിലും കഴിച്ച വിഷമം എന്തായാലും നോക്കില്ല നല്ല രസമുണ്ട് ഇതൊരു ക്രഞ്ചി പോലത്തെ ഇതും ഈ ബിസ്ക്കറ്റും ഈ ഈത്തപ്പഴം കൂടി കുട്ടി കഴിക്കാൻ നല്ല രസമുണ്ട് ഇന്ന് കുറച്ച് ബ്രെഡ് ഉണ്ട് കുറച്ച് ജാമുണ്ട് ഈത്തപ്പഴം ഉണ്ട് മതി മതി സൂരത് ട്രിപ്പിൻ്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ തന്നെ വരാം കേട്ടോ അപ്പോൾ നാളെ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ